മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽനോസ് ആണ്. അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ എക്കണോമിക്സ് എക്സാം വരുന്നത്. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരൊറ്റ വീഡിയോ കൊണ്ട് 25 മാർക്ക് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം ഓണം എക്സാമിന് നമ്മുടെ എക്കണോമിക്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സിലബസ് പ്രകാരം ഫസ്റ്റ് ടേമിലെ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഈ 3 ചാപ്റ്റേഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 ചാപ്റ്റേഴ്സിലെയും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇത് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ മക്കൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 5 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ 3 സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? അതിന്റെ 3 സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നെയാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് നമുക്കറിയാം അല്ലെ. എല്ലാ ഇൻപുട്ടും ചേഞ്ച് ആക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് റിട്ടേൺസ് ടു സ്കെയിൽ. 3 സ്റ്റേജസ് ഉണ്ട്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻപുട്ടിലുള്ള അതേ ചേഞ്ച് തന്നെ ഔട്ട്പുട്ടിൽ ഉണ്ടാകും. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻപുട്ടിലുള്ള ചേഞ്ചിനേക്കാൾ വലിയ ചേഞ്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാകും. ദെൻ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻപുട്ടിലുള്ള ചേഞ്ചിനേക്കാൾ ചെറിയ ചേഞ്ച് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ 3 സ്റ്റേജസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ അടുത്ത തന്നെ നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിന്റെ 3 സ്റ്റേജസ്, അതിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് തന്നെ വരുന്ന ഒരു ചോദ്യമാണ്. സോ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ളത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഒരു ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ആക്കി കൊണ്ടുവരുന്നതിന്, അതായത് കൂട്ടി കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം കൂടും, പിന്നെ കുറയും. ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ അത് പിന്നെ കുറയാനായിട്ട് തുടങ്ങും. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതിന് 3 സ്റ്റേജസ് ഉണ്ട്. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, നെഗറ്റീവ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെ. അപ്പൊ ഈ 3 സ്റ്റേജസിലും ടി പിക്ക് എന്ത് സംഭവിക്കുന്നു, എ പിക്ക് എന്ത് സംഭവിക്കുന്നു, എം പിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ അതിന്റെ ഡയഗ്രവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം വരയ്ക്കാൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഡയഗ്രാം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിങ്ങൾ ടി പി വരച്ചിരിക്കണം, എ പി വരയ്ക്കണം, എം പി വരയ്ക്കണം. എം പി നെഗറ്റീവ് ആകും എന്നുള്ളത് ആലോചിക്കുക. എ പി ഒരിക്കലും 0 ആകില്ല എന്നുള്ളത് ആലോചിക്കുക. പിന്നെ എം പി നെഗറ്റീവ് ആകുന്ന കേസിലാണ് ടി പി കുറയാൻ തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് പഠിച്ചതിന് ശേഷം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്തത് ഒരു 3 മാർക്കിന്റെ ചോദ്യം, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. എക്സ്പ്ലെയിൻ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് വെറുതെ ലിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, എക്സ്പ്ലെയിൻ ചെയ്യാനും എന്തായാലും പഠിച്ചിരിക്കണം. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഹൗ ടു പ്രൊഡ്യൂസിൽ ഏത് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കണം, ലേബർ ഇന്റൻസീവ് എടുക്കണോ, ക്യാപിറ്റൽ ഇന്റൻസീവ് എടുക്കണോ, അതിനുശേഷം ഇതൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന നാഷണൽ ഇൻകം, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, അതുപോലെ തന്നെ ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇവർക്ക് എങ്ങനെ റിവാർഡായിട്ട് കൊടുക്കുന്നു, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ഇതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. എന്തായാലും 5 മാർക്കിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഒരു കൺസ്യൂമർ എപ്പോഴാണ് സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്, ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ടച്ച് ചെയ്യുന്ന പോയിന്റിലാണ്. നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കണം. അതിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ചോദ്യം പെർസെന്റേജ് മെത്തേഡിൽ. അതെന്തായാലും 3 മാർക്കിനോ 4 മാർക്കിനോ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നുള്ളതാണ്. അപ്പം ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ്. 200ൽ നിന്ന് 80 കുറയുന്നു, അപ്പൊ 120 ആണ് ചേഞ്ച്. ദെൻ പ്രൈസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ പി 15ൽ നിന്ന് 20 ആയിട്ട് കൂടുന്നു, 5 ആണ് ചേഞ്ച്. അതുപോലെ തന്നെ ഇനീഷ്യൽ പ്രൈസിനെയാണ് പി എന്ന് പറയുക. ആദ്യത്തെ പ്രൈസ് 15, ആദ്യത്തെ ക്വാണ്ടിറ്റി ക്യൂ 200. ഇതെല്ലാം കൂടെ നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു, കണ്ടുപിടിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. എന്തായാലും പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും എന്താണ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ടും അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾ അടക്കം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുമ്പോൾ അതുപോലെ തന്നെ ഡിമാൻഡും കൂടും. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയാണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണ്, കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകണം നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് മെഗാ മാരത്തോണുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും, ഈ 3 ചാപ്റ്റേഴ്സിലെ ഈ മാക്സിമം ക്വസ്റ്റ്യൻസും കണ്ടന്റും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് വൈകുന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ കാര്യങ്ങളുടെ ഒക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒക്കെ പഠിക്കാനും വേണ്ടിയിട്ട് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള ലൈവിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.